ഹലോ, ഇത് നമ്മുടെ ഡേ 5 ഓഫ് ഹെയർ കെയർ സീരീസ് ആണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ സ്കാൽപ് ട്രീറ്റ്മെന്റ് ഒക്കെ ഇഷ്ടമായോ? എങ്ങനെയുണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതാണ് കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഹെയർ ഗ്രോത്തിനാണ്. ഓക്കെ, നമുക്ക് മുടി വളരാനുള്ള കുറച്ച് ടിപ്സും കുറച്ച് DIYസും കുറച്ച് കാര്യങ്ങളും നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാനുള്ളതൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഹെയർ ഗ്രോ ചെയ്യണമെന്നുള്ളത് നോക്കാം. നമ്മൾ എങ്ങനെ വളർത്തുന്നു എന്നറിഞ്ഞാലാണല്ലോ നമുക്ക് എന്ത് വേണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. നമ്മുടെ ഹെയർ വളർന്നുകൊണ്ട് ഹെയർ ഫോളിക്കിൾസ്. ഈ ഹെയർ ഫോളിക്കിൾസിന് 3 സ്റ്റേജസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഗ്രോ ചെയ്യുന്ന സമയം, വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന സമയം, വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴിഞ്ഞു പോണ സമയം. അപ്പൊ നമ്മൾ ഈ ഓരോ ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോഴേക്കും എന്ത് പറ്റും, നമ്മളുടെ പുതിയ അതായത് വളരുന്ന ഫേസിൽ ആ ഫേസിനെ ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കണം. ചിലപ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ നമ്മളുടെ മുടി കുറേ നാളായിട്ട് ഈ സെക്കൻഡ് സ്റ്റേജിൽ അങ്ങ് നിൽക്കും. അങ്ങനെ ഉള്ളതിനും നമ്മൾ ഈ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് കുറച്ച് ആ സ്റ്റക്കായി നിൽക്കുന്ന സാധനത്തിനെ ഒന്നും കൂടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസം. കാരണം എന്തായാലും നമ്മൾ ഓൾറെഡി സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കി നല്ല സെറ്റ് ആക്കി ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്കാൽപ്പിന് എന്തെങ്കിലും ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്? കാരണം ഇന്നലത്തെ സ്ക്രബ് അല്ലേ ചെയ്ത്, അങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തലയിൽ ഇന്ന് ഇടണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇടരുത്. ഓക്കെ, നമ്മളുടെ ഘട്ടം എന്താണോ പറയണത് അത് വേണം നിങ്ങൾ ലിസൺ ചെയ്യാൻ. എനിക്ക് സ്കാൽപ്പ് ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ പെർഫെക്റ്റ് ഡേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ സ്കാൽപ്പ് കണ്ടീഷൻ എങ്ങനെയാണ് എന്നതിനെ അനുസരിച്ച് വേണം ഇടാൻ വേണ്ടി. ഞാനിപ്പോ ഇന്ന് ഹെയറിൽ ഇടാൻ പോണത് ഒരു DIY ആണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അലോവേറ വേണം. ഞാനിവിടെ ഈ ഒരു വിൽവേഡ് അലോവേറ ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നല്ല അലോവേറ നോക്കി മേടിക്കണം. വെച്ചാൽ വേറെ കളറൻസോ അങ്ങനെയുള്ള മിക്സ് ചെയ്തത് മേടിക്കാണ്ട് ഇങ്ങനെ അത്യാവശ്യം നല്ല അലോവേറ തന്നെ മേടിക്കുക. ഞാൻ 1-2 ടാഗ് ചെയ്ത് കൊടുക്കാവേ, വോവിൻ്റെ ഒന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണം. ഞാനിവിടെ ഈ ഒരു റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുക. ഇത് നിങ്ങളുടെ സ്കാൽപ്പിന് എടുക്കാൻ പറ്റുന്ന അത്ര മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ എടുത്തപ്പോഴേ കുറച്ച് കൊടുത്തു. ഞാൻ സാധാരണ എൻ്റെ ഓയിലിടുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇട്ടത്. പിന്നെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പെപ്പർമിൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒഹോബ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കുറച്ചൊരു 5 or 6 ഡ്രോപ്പോളാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോക്ക് കൊണ്ടോ എങ്ങനെയാ വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ക്രീം പോലത്തെ, ശരിക്കും നമ്മൾ ഹെയർ ക്രീമിൽ ഹെയർ ജെല്ലൊക്കെ ഇടില്ല അതേപോലത്തെ ഒരു കൺസിസ്റ്റൻസി ഇതിനകത്തോട്ട് വരും. എന്നിട്ട് നിങ്ങളൊന്ന് കയ്യിലിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കയ്യിലിടുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ? കാരണം ഇത് എസെൻഷ്യൽ ഓയിൽ നമ്മൾ ഡയറക്റ്റ്ലി എടുത്തിരിക്കണോണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അത്ര പൊള്ളലാണോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിട്ടപ്പോൾ എനിക്ക് ഇച്ചിരി കൂടി സ്ട്രോങ് ആയി ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഇത്തിരി കൂടെ അത് ബ്ലെൻഡ് ചെയ്യാൻ ഞാനൊരു 3 സ്പൂണോളം അലോവേറയും കൂടി ആഡ് ചെയ്തേ. ഇത് നിങ്ങൾ അപ്പം തന്നെ ഇടണ രീതിയിൽ എടുക്കുന്ന കേട്ടോ ബെറ്റർ. ഒരുപാട് ദിവസം വച്ചുപയോഗിക്കണേക്കാട്ടിലും അന്ന് ഉണ്ടാക്കുക അന്ന് തന്നെ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ഇച്ചിരി എസെൻഷ്യൽ ഓയിൽ കൂടി പോയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി അലോവേറ ഇടേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ വീട്ടിൽ എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ചും കൂടി ഒഹോബ ഓയിലും കൂടി ആഡ് ചെയ്യേണ്ടത്, എനിക്ക് ആ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, ഫുൾ നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. ഇത് നമുക്കൊരു ഹെയർ ഗ്രോത്ത് ബൂസ്റ്റർ പോലെ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് സിറം പോലെ വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇനി നിങ്ങൾക്ക് DIYs ട്രൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറംസ് യൂസ് ചെയ്യാം കേട്ടോ. ഇത് വിഷ് കെയർ സിറം അത്യാവശ്യം നല്ലതാ. പിന്നെ അതുപോലെ തന്നെ ബെയർ അനാട്ടമിയുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് സിറം നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയോ? എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ, ഇപ്പം ഇതെല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഹെയറിൽ ഇങ്ങനെ സ്കാൽപ്പിൽ തൊടുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴേക്കും ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ യൂസ് ചെയ്താൽ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്തിട്ട് മുടി വളരാനുള്ള. ഇപ്പം എനിക്ക് ഒരിടയ്ക്ക് കൊറോണ വന്നിരുന്നു 2020 ആ ടൈമിൽ കേട്ടോ. കൊറോണ വന്നിരുന്ന സമയത്ത് ആ സമയത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുടി എല്ലാം കൂടി, ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സ്റ്റേജസ് ഇല്ലേ നമ്മളുടെ ഹെയർ ഗ്രോ ചെയ്യണത്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 3 സ്റ്റേജസ് നമ്മളുടെ തലയിൽ ഓൾറെഡി ഉണ്ട്. അതാണ് ചില മുടികൾ നമ്മൾ വലിക്കുമ്പോൾ പോണേ. ഹോർമോണൽ വേരിയേഷൻസ് വന്നു, നമ്മൾ പ്രഗ്നൻസിയുടെ ടൈമിൽ, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു സ്ട്രെസ് ഉണ്ടായി, അപ്പോൾ നമ്മുടെ ബോഡി പെട്ടെന്ന് ഉണ്ടാവുന്ന ഷോക്കിൽ നമ്മളുടെ സ്കാൽപ്പ് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 3 കൂടി നടക്കല്ലേ നമ്മുടെ തലയിൽ, അതിൽ ഒരെണ്ണം മാത്രമായിട്ട് കൂടുതൽ നടക്കും. കൊറോണ ടൈമിൽ എങ്ങനെയാ വെച്ചാൽ എൻ്റെ മുടി ഷെഡിങ് ഫേസിലോട്ട് അങ്ങോട്ട് കടന്നു വെച്ചാൽ എല്ലാ മുടിയും കൂടി കൊഴിയാനായിട്ട് തുടങ്ങി, ഊരി പോരാനായിട്ട് തുടങ്ങി. അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ആ ടൈമിൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് തലയിലുള്ള മുടി ഊരി പോരരുത്. ഓക്കെ, അത് റെസ്റ്റിംഗ് ഫേസിലോട്ടെങ്കിലും നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ സമയങ്ങളിൽ ഇല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ സിറംസ് യൂസ് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയാം. കാരണം ഇത് യൂസ് ചെയ്യുന്നത് എന്താ പ്രശ്നം എന്നറിയോ? ഇത് നിങ്ങൾ എന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ മുടി കൊഴിയാനായിട്ട് വെച്ചാൽ ഇത് യൂസ് ചെയ്തുകൊണ്ട് കൊഴിഞ്ഞു പോകുന്നല്ല, പക്ഷെ ഓൾറെഡി നിങ്ങൾക്ക് മുടി കൊഴിയുന്നത് എങ്ങനെയാണോ അത് അങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു
പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ തീരെ നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് എനിക്ക് ഇതല്ല, ഇതിനെക്കാട്ടിലും എനിക്ക് ഇച്ചിരി ഇഷ്ടം വിഷ് കെയർ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമായിരുന്നു. വിഷ് കെയറിന്റെ കുറച്ചുകൂടി മുടി വളരണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ആ ഒരു ഇതിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹെയർ സിറത്തിന്റെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ടൈമിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ചെയ്തിട്ടാ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല, ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടാവുകയാണ്, അങ്ങനത്തെ ഒരു സമയത്ത് മാത്രം നിങ്ങൾ ഇങ്ങനത്തെ ഹെയർ സിറം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് DIYs ഉണ്ടാക്കാനൊന്നും ഇഷ്ടമല്ല, എനിക്ക് പെട്ടെന്നുള്ള റിസൾട്ടാണ് വേണ്ടത്, എനിക്ക് അങ്ങനെ ഒരുപാട് മെനക്കെടാനുള്ള ഇതില്ല, എന്നാൽ എനിക്ക് റിസൾട്ട് വേണം, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹെയർ കെയർ ചെയ്യും, എനിക്ക് ഹെയർ കെയർ ചെയ്യാൻ ഇഷ്ടമാണ്, അങ്ങനെ ഒരുപാട് സമയമൊക്കെ എടുക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓൾസോ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഹെയർ സിറംസ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതിൽ, ഞാൻ ട്രൈ ചെയ്യാത്ത എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് വിഷ് കെയർ നല്ലതാന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബെയർ അനാട്ടമിയുടെ ഈ ഹെയർ ഗ്രോത്ത് സിറം അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബോഡി വൈസിന് ഇങ്ങനത്തെ റോൾ ഓൺസ് ആണ് എനിക്ക് ഇത്ര കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം റിസൾട്ട് ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പിൽഗ്രിമിൻ്റെതും എനിക്ക് ഓക്കെ ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, കാരണം ഇത് ഇത്ര എണ്ണം ഞാൻ സമയം എടുത്ത് ടെസ്റ്റ് ചെയ്ത ആ വീഡിയോക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നാൾ മുമ്പ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലേ, കണ്ടു നോക്കണം, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്തിട്ടുണ്ടാവും എൻ്റെ ഹെയർ ഗ്രോത്ത് സിറത്തിൻ്റെത്. അപ്പോൾ ഇത് നിങ്ങൾ നല്ല ഹെയർ സിറംസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ചിങ്ങനെ കയ്യിലോട്ട് എടുക്കുന്നുണ്ട്, ഇത്രയും. എന്നിട്ട് ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. ശരിക്കും ഒരു ക്രീം ഇടുന്ന പോലെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഞാൻ മസാജ് ചെയ്യണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചെന്നില്ലായിരുന്നു, അതേപോലെ മസാജ് ചെയ്യാൻ മുമ്പ് ആദ്യമേ ഒന്ന് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് എന്നിട്ട് നിങ്ങൾ നാളെ തന്നെ ഹെയർ വാഷ് ചെയ്ത് കളയണേ. നാളെ നമ്മൾക്ക് ഒരു മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യണ പോലത്തെ ഹെയർ മാസ്കാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം അതുകൊണ്ടാണ് നിങ്ങളിത് ഇട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ എന്തായാലും വാഷ് ചെയ്ത് കളയാം. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കാൽപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയണേ. ലീവ് ഓൺ ചെയ്ത് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ലീവ് ഓൺ ചെയ്യാം. ഇതിപ്പോൾ ഡിഫ്യൂസ് ആവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഇട്ടത്. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടാം. പക്ഷെ എനിക്കിപ്പോൾ ഇത് അത്ര സ്ട്രോങ്, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ സ്കാൽപ്പിലോട്ട് കുറച്ച് തട്ടിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ഈ ബ്ലഡ് സർക്കുലേഷനും കൂടിയിട്ടാണ് എനിക്ക് വേണ്ടിയത്. കുറച്ചും കൂടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോരം ആവശ്യമുണ്ടോ അത്രയും മാത്രം എടുത്താൽ മതി കേട്ടോ. ഇത് ഫുള്ള് എടുത്ത് തലയിൽ ഇടണം എന്നില്ല. ഇത് സ്ട്രാൻഡ്സിലോട്ട് ഇടണ്ട കേട്ടോ, ഇത് സ്കാൽപ്പിൽ മാത്രം ഇട്ടാൽ മതി. ഇത് എസെൻഷ്യൽ ഓയിൽ ആയതുകൊണ്ട് സ്ട്രാൻഡ്സിൽ ചിലപ്പോൾ ഡ്രൈ ആവും. ഓക്കെ, ഇത്ര ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഇത്ര ഉണ്ടാക്കിയിട്ട് 2 തോണ്ടലിൽ 2 പമ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത്ര മതി നമുക്ക്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള റോസ്മേരിയും ലാവൻഡർ ഓയിലും നമ്മളുടെ സ്കാൽപ്പിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ കൊടുക്കുന്ന മസാജില്ലേ, ഈ മസാജ് ചെയ്യുമ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഇത് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇങ്ങനെ സ്കാൽപ്പ് അനക്കി തന്നെ വേണം കേട്ടോ മസാജ് ചെയ്യാൻ. ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഇൻക്രീസ് ആകുമ്പോഴേക്കും നമ്മളുടെ സ്കാൽപ്പ് എന്തെങ്കിലും കാരണം കൊണ്ട് ബ്ലോക്ക് ആയിരിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹെയർ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളുടെ ഈ ഹെയർ കെയർ സീരീസിനകത്തുള്ള വീഡിയോസ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ അടുപ്പിച്ച് തന്നെ ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ ഇപ്പോൾ ഈ 7 ദിവസത്തിൽ ഒരു ദിവസം സെലക്ട് ചെയ്യുക, എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക. ഓക്കെ, അങ്ങനെയും ചെയ്യാവേ. പിന്നെ എല്ലാ ആഴ്ചയിലും 7 ദിവസം അങ്ങനെ ചെയ്യരുത്. ഇതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു 3-4 മാസം കൂടുമ്പോൾ ഇങ്ങനെ 7 ദിവസം ചെയ്താൽ കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് മുടി കെട്ടി വെക്കാം. ഇത് നിങ്ങൾ കിടക്കണതിന് ഒരു 1 hour മുൻപെങ്കിലും ചെയ്യണം കേട്ടോ. പകൽ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. കിടക്കണതിന് തൊട്ട് മുൻപായിട്ട് ഇത് ചെയ്തിട്ട് കിടക്കല്ലേ. നമ്മുടെ തലയിൽ ഇട്ടിരിക്കണം, ഇത് ജെൽ ബേസ്ഡ് സാധനമല്ലേ, ഇത് അബ്സോർബ് ആയിട്ടുണ്ടാവണം. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ലീവ് ഓൺ ചെയ്യാൻ പോവാം. നാളെ എന്നിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യും. ഇനി നിങ്ങളുടെ സ്കാൽപ്പ് സെൻസിറ്റീവ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് 1 hour ഞാൻ കമന്റ്സിന് റിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ മുന്നത്തെ എപ്പിസോഡ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. പിന്നെ നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രിസ് കൺട്രോൾ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ഹെയർ മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റുന്ന പോലെ, മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് നാളെ നമ്മൾ ചെയ്യാൻ പോണത്. സോ നാളെ കാണാം.